പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കടക്കുന്നു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയിലേക്ക് ജാമ്യം റദ്ദാക്കിയ ഡൽഹി ഹൈക്കോടതി വിധി ചോദ്യം ചെയ്താണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിച്ചേക്കും. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി ചേരുന്നു. ഷംന, അങ്ങനെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയിലേക്ക് കടന്നിരിക്കുകയാണല്ലേ? ഭവ്യ, തീർച്ചയായും വിചാരണ കോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ ഇത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇ ഡി ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. വാദങ്ങൾ കേൾക്കാൻ വിചാരണ കോടതി സമയം അനുവദിച്ചില്ല. പൂർണ്ണമായി വാദം കേൾക്കാതെയാണ് ജാമ്യം അനുവദിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ ഇ ഡി ഡൽഹി ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വാദങ്ങൾ മുഴുവനായി കേൾക്കുന്നത് വരെ ജാമ്യം പ്രാബല്യത്തിൽ വരില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞത്. ഇതിനെതിരെയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ നാളെ സുപ്രീം കോടതിയെ സമീപിച്ചത്. നാളെ ഇക്കാര്യത്തിൽ സുപ്രീം കോടതി വിചാരണ വാദം കേൾക്കും. എന്തായാലും വാദങ്ങൾ മുഴുവനായി അവതരിപ്പിക്കാൻ വിചാരണ കോടതി സമയം അനുവദിച്ചിരുന്നില്ല. നൽകിയ രേഖകൾ വിചാരണ കോടതി വേണ്ട വിധത്തിൽ പരിശോധിച്ചില്ല തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചാണ് ഡൽഹി ഹൈക്കോടതിയെ ഇ ഡി സമീപിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് വാദങ്ങൾ പൂർണ്ണമായും കേൾക്കുന്നതുവരെ ജാമ്യം പ്രാബല്യത്തിൽ വരില്ല എന്ന് ഡൽഹി ഹൈക്കോടതി പറഞ്ഞിരുന്നത്. ശരി, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയിലേക്ക് ജാമ്യം റദ്ദാക്കിയ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്താണ് സുപ്രീം കോടതി അദ്ദേഹം സമീപിച്ചത്. ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.